നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങളിലൊന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ എം.ബി. രാജേഷിൻ്റെ പേര് കൂടി ഇതിൽ സൂചിപ്പിച്ചു, അതായത് മത്സരരംഗത്തേക്കുണ്ടോ എന്നതിൽ വ്യക്തതയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അരുൺ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ടി.പി. രാമകൃഷ്ണനെ പോലെയുള്ളവർ അല്ലെങ്കിൽ എം.വി. ഗോവിന്ദനെ പോലെയുള്ളവർ, നേരത്തെ തന്നെ എം. സ്വരാജിൻ്റെ പേര് നമ്മൾ ഇത്തരത്തിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നേക്കുമെന്ന സൂചനകൾ. തെരഞ്ഞെടുപ്പാണ്, അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കേണ്ട ആളുകളുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ പോകുമ്പോൾ ഈ സംഘടനയെ ചലിപ്പിച്ചുകൊണ്ടാണ് അവർ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മേൽക്കൈ നേടുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. പക്ഷേ എം.ബി. രാജേഷിനെ പോലെ ഉള്ള ആളുകളുടെ സംശയം പുറത്തു പറയുമ്പോൾ തന്നെ എം.ബി. രാജേഷ് ആ മണ്ഡലത്തിൽ വീണ്ടും സജീവമാകുന്ന സാഹചര്യമുണ്ട്. സരസ് മേള പോലെയുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതൽ താല്പര്യം വരുന്ന പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ എം.ബി. രാജേഷിൻ്റെ വിഷയത്തിൽ കുറച്ചുകൂടി, അതായത് അങ്ങനെയൊരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്തൊരു പശ്ചാത്തലം അതെന്തുകൊണ്ടാണ് അരുൺ? എം.ബി. രാജേഷ് മത്സരിക്കില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം അദ്ദേഹം വില സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം. അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പോലും മന്ത്രിസഭാ യോഗം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളത്തിൽ തലസ്ഥാനത്തേക്ക് പോലും എത്തുന്നത്. സരസ് മേള വലിയ ജനകീയ പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ പോയി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് എം.ബി. രാജേഷ്. അദ്ദേഹത്തിന്റെ ഇനിയുള്ള ആഴ്ചകളിലും അദ്ദേഹത്തിന്റെ പ്രധാന ദിവസങ്ങളൊക്കെ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. അവിടെ സജീവമായി തന്നെ അദ്ദേഹം ഉണ്ട്. പക്ഷേ അപ്പോഴും ചില സ്ഥാനാർത്ഥി ചർച്ചകളിലൊക്കെ, നിർണയ ചർച്ചകളിലൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ പുതിയ ആളുകളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി IN സുരേഷ് ബാബു ഇത്തവണ മത്സരിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി നയിക്കാൻ ആള് വേണം. ഒരുപക്ഷെ ആ പേര് രാജേഷിലേക്ക് എത്തിച്ചേർന്നാൽ അത്ഭുതപ്പെടാം. രാജേഷ് മത്സരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ ആലത്തൂരിൽ സുരേഷ് ബാബു മത്സരിക്കുകയും M.R. മുരളിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സീറ്റ് നൽകാൻ CPM ആലോചിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അനുയോജ്യമായ സീറ്റ് കിട്ടുന്നില്ല. ഷൊർണൂരാണ് അദ്ദേഹം താല്പര്യം. അവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രേംകുമാർ, PR സനി രണ്ടുപേരിൽ ഒരാൾ അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായും മുരളിക്ക് വേറൊരു സീറ്റ് ആലോചിക്കേണ്ടി വരും. അത് ഒരുപക്ഷെ തൃത്താലയായ അത്ഭുതപ്പെടാനില്ല. അതിന് ആ ഒരു ചർച്ചകൾക്ക് ശക്തി പകരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ M.R. മുരളിക്ക് ചുമതലയുണ്ടായിരുന്നത് തൃത്താലയാണ്. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടുകൂടി M.R. മുരളി എന്ന പേര് സജീവമായി തന്നെ അവിടെയുണ്ട്. എം.ബി. രാജേഷ് സംബന്ധിച്ച് മറ്റു ചില പ്രധാനപ്പെട്ട ചുമതലകൾ CPM ഏൽപ്പിച്ചേക്കുമെന്ന ആ ഒരു അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹം നേരത്തെ 2 തവണ ലോക്സഭ MP ആയിരുന്നു. രാജ്യസഭയിൽ CPM-ന് ശക്തരായ നേതാക്കളുടെ ഒരു കുറവുണ്ട്. സ്വാഭാവികമായും ജോൺ ബ്രിട്ടാസാണ് ഇപ്പോൾ CPM-നെ രാജ്യസഭയിൽ നയിക്കുന്നത്. അടുത്ത വർഷം അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആളെ അവിടേക്ക് അയക്കണം, പാർലമെന്റ് രംഗത്ത് പരിചയമുള്ള ആളെ അയക്കണമെന്ന ചർച്ചകളൊക്കെ CPM-നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ എം.ബി. രാജേഷ് എന്ന പേര് അവിടേക്കും പരിഗണിക്കപ്പെടാൻ ഇവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഇത്തവണ അവിടെ നിന്ന് മാറ്റി നിർത്താൻ CPM ആലോചിച്ചേക്കാം. ഇതൊക്കെ ഒരു പ്രാഥമിക ചർച്ചകൾ മാത്രം, ആലോചനകളാണ് CPM നടക്കുന്നതാണ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നത്. എം.ബി. രാജേഷും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകളും ഒക്കെ പറയുന്നത് രാജേഷ് വീണ്ടും മത്സരിക്കും, ഒരു തവണ മാത്രം അദ്ദേഹം തൃത്താലയിൽ മത്സരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത്ര ചില സാധ്യതകൾ കൂടി CPM-ൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എം.ബി. രാജേഷിന്റെ പേരൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല തൃത്താല നേരത്തെ ഉള്ളതുപോലെ അത്ര അനായാസം ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമായി CPM കണക്കുകൂട്ടുന്നില്ല. അവിടെ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇടതുമുന്നണിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ എം.ബി. രാജേഷ് വളരെ ശക്തമായ പോരാട്ടത്തിലൂടെ കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത്. ഇത്തവണ ന്യൂനപക്ഷങ്ങൾ CPM-ന് വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് പക്ഷേ തൃത്താല അടക്കമുള്ള മണ്ഡലങ്ങളുടെ സാധ്യത ബാധിച്ചേക്കാം. എം.ബി. രാജേഷിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രി മത്സരിച്ച് പരാജയപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായാലും CPM-ന് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് അവിടെ മറ്റു സാധ്യതകളോട് CPM ആലോചിക്കുന്നത്. ഈ പ്രചരണങ്ങളൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രചരണം തരത്തിലുള്ള ചില വിലയിരുത്തലുകളും CPM നേതാക്കൾ നടത്തുന്നുണ്ട്. ഏതായാലും അത്തരം പല സാധ്യതകൾ CPM ആലോചിക്കുന്നുണ്ട്. എം.ബി. രാജേഷ് മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹവുമായി അടുത്ത ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ മറിച്ചുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എം.ബി. രാജേഷ് മാറി നിന്ന് തെരഞ്ഞെടുപ്പായി കൂടി ഇത് മാറാൻ സാധ്യതയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പ്രധാനപ്പെട്ട മുന്നണികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. അവിടെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരിൽ ആരൊക്കെ മത്സരിക്കുന്നു, ആരൊക്കെ വിട്ടുനിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പ്രതിപക്ഷവും അങ്ങനെ ഒരു വികാരമില്ല എന്ന് CPM-ഉം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിലവിലെ മന്ത്രിസഭയിലെ ആരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്.
നമുക്കറിയാം ഇനിയും മാസങ്ങൾ ഉണ്ട് തെരഞ്ഞെടുപ്പിന് എന്നത് വസ്തുത തന്നെയാണ്. മാത്രമല്ല രാഷ്ട്രീയമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം എന്നതിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും പിന്മാറാറുള്ളത്. അതായത് എത്ര ടേം ഒരു വ്യക്തിക്ക് മത്സരത്തിന് നൽകേണ്ടതുണ്ട്, പ്രായവുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ, ഇതിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുവീഴ്ചകൾ നടത്താറുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ഉണ്ടാകും. അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഫ്ലെക്സുകളടക്കം അടിച്ചിറക്കിയ ഇടതുപക്ഷം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി അവിടെ കോൺഗ്രസിൽ നിന്ന് ചേക്കേറിയ സരണിനെ മത്സരാർത്ഥിയാക്കി രംഗത്തിറക്കിയ പശ്ചാത്തലമുണ്ട്. അതാണ് രാഷ്ട്രീയം, അതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പങ്കുവെക്കുന്ന ഈ വാർത്തകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിലവിൽ ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം, CPIM ഒപ്പം ഘടകകക്ഷികൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ, നിരീക്ഷണങ്ങൾ, അതാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.